ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് തോന്നുന്നു ബർത്ത്ഡേക്കും അത് കഴിഞ്ഞൊരു ഡേ ഔട്ട് ഡോൺചാറ്റിനായിട്ടുള്ള ഒരു വീഡിയോ ഇട്ട് ഞാനങ്ങ് അവസാനിപ്പിച്ചു. ഒക്ടോബർ മന്തിലെ ഒരു വീഡിയോ സെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു 24-ാം തീയതി നമ്മൾ തെറാപ്പി തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് 1 മന്ത് ആയിരുന്നു. അപ്പം നിഹാൽ സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡോക്ടറിനെ ഒന്നും കൂടെ കണ്ടിരുന്നു. അപ്പം ഡോക്ടർ സൗണ്ട് കേട്ടിട്ട് അന്ന് കേട്ടതിലും ബെറ്റർ ആയിട്ടുണ്ട് എന്ന് വെച്ച് ഫുള്ളി ഓക്കെ ആയിട്ടില്ല. നമുക്ക് 1 മന്തും കൂടെ തെറപ്പി കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നിഹാൽ പറഞ്ഞിട്ട് നമുക്കൊരു മിഷൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് മിഷൻ ടെസ്റ്റ് എന്നല്ല, മറ്റേ ആ സാധനം ഇറക്കി നോക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിരുന്നു. ഒരു നോർമൽ ഗേളിൻ്റെ നെക്കിൽ പിടിക്കുന്ന പോലെ അല്ലായിരുന്നു. അതെനിക്ക് മനസ്സിലാക്കി തന്നത് നിഹാലാണ് കേട്ടോ. അവരുടെ ഒരു ട്രെയിനിയുടെ നെക്കിൽ പിടിച്ചിട്ടാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. പിന്നെ നിഹാൽ തന്ന കുറേ എന്താ പറയുക തെറാപ്പികൾ, നമുക്ക് ചെയ്യാനുള്ള കുറേ ആക്ടിവിറ്റീസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സൗണ്ട് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ത്രോട്ടിന് ചെയ്യാനുള്ള കുറേ എക്സസൈസുകൾ ഒക്കെ പറഞ്ഞു തന്നിരുന്നു. അത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഈ തൊണ്ടയിലുണ്ടായിരുന്ന ആ ഒരു സ്ട്രെസ്സ് മാറി. അത് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ എൻ്റെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം തൊടുമ്പം നല്ല സോഫ്റ്റാണ്. മോറോവർ എനിക്കിവിടെ ഒരു ലംബ് ഉണ്ടായിരുന്നു. ആ ലംബും ഇപ്പം ഇല്ല. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ബോഡി നേച്ചർ എനിക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ലംബ് ഇപ്പോൾ അത്ര വിസിബിൾ അല്ല. മറ്റേത് ഭയങ്കര വിസിബിളായിരുന്നു. അത് മാറി. അപ്പോൾ നമ്മളത് ചെയ്തപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് ആക്ച്വലി. ഡോക്ടർ ചെയ്യേണ്ടെന്നൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്തെങ്കിലും നിഹാലിൻ്റെ നിർബന്ധപ്രകാരം, കാരണം ആൾ 1 മന്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ആ ഒരു സെക്ഷൻ ചെയ്ത് വരുമ്പം ആൾക്കറിയണമല്ലോ അതെനിക്ക് ബെറ്റർ ആയോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ചെയ്തത് നമുക്കിവിടെ ഒരു സിസ്റ്റ് ഉണ്ട്. നൊഡ്യൂളല്ല, സിസ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മുടെ ആ ഒരു വി പോലത്തെ കർവിൽ കുറച്ച് നീര് പോലെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് 1 മാസം കൂടെ തെറപ്പി ചെയ്തിട്ട് അത് പോകുവാണെങ്കിൽ പൊക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നിഹാൽ എനിക്ക് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു, ഇത് എനിക്ക് തോന്നണില്ല തെറാപ്പി കൊണ്ട് പോകും ഈ സിസ്റ്റ്, നമുക്കത് സർജറി വഴി തന്നെ റിമൂവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു നിഹാലിന് ഷുവറാണ് അതുവഴി തെറാപ്പി വഴി അത് ബെറ്റർ ആകില്ല, ക്യൂർ ആകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സർജറി തന്നെ ചെയ്യാം. എന്ന് വെച്ചാൽ നെക്കഡ് സർജറി അല്ല കേട്ടോ, നമുക്ക് വായിലൂടെ തന്നെ എടുത്ത് കളയാവുന്ന കാര്യമേ നിലവിലിപ്പം എനിക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇനിയും 1 മന്തും കൂടെ തെറപ്പി ചെയ്ത് എനിക്ക് അതിലേക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആൾ പറഞ്ഞു ഡോക്ടറുമായിട്ട് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഫർദർ കാര്യങ്ങൾ ഈ കമ്മിങ് ഡേയ്സിൽ എന്നെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തെറാപ്പിസ്റ്റിൻ്റെ അഭിപ്രായത്തിലും നമുക്ക് സർജറി തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ ഇവിടെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന അത്ര ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇപ്പോൾ ഇല്ല. പക്ഷേ ആ സിസ്റ്റ് കുറച്ച് വലിപ്പമുണ്ട്. അതൊരു നൊഡ്യൂളിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോണതിന് മുമ്പ് അത് റിമൂവ് ചെയ്ത് കളയുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ തെറാപ്പിസ്റ്റ് പറഞ്ഞത്. ഇനി ഈ വായിലൂടെയുള്ള സർജറി എനിക്ക് എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് നെക്കഡ് സർജറി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പം അതല്ല, വായിലൂടെ എടുത്ത് കളയാവുന്ന സിസ്റ്റേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി മുന്നോട്ട് അതായിരിക്കും നല്ലത്. കാരണം ഞാൻ ഈ 1 മന്തായിട്ട് തെറാപ്പി കൊണ്ട് എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് നിഹാലാണ്. നിഹാലിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അവൾ ഒരുപാട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഫ്രണ്ട്ലി ടോക്കായിട്ടും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആൾ നിഹാൽ തന്നെയാണ്. എല്ലാ ക്രെഡിറ്റും നിഹാലിനും നിഹാലിൻ്റെ എക്സാമിൻ്റെ സ്റ്റുഡൻസ് കുറച്ച് പേരുണ്ട് അവർക്കും ആണ് കേട്ടോ. ഞാൻ ഒരിക്കലും തെറാപ്പി വഴി എനിക്ക് നഷ്ടം വന്നു എന്ന് ഞാൻ പറയില്ല. ഈ 1 മന്ത് കൊണ്ട് എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ചത് നിഹാലാന്ന് പറയും. ഞാൻ ചിലപ്പോൾ അത് പൊക്കി പറയുന്ന പോലെ ഫീൽ ചെയ്യും, പക്ഷെ അങ്ങനെയല്ല. ഈ ഹെൽപ്പ് മീ എ ലോട്ട്. നമുക്ക് കുറേ സംഭവം എന്നെക്കാളും ചെറുപ്പമാണെന്ന് തോന്നുന്നു, ബട്ട് ഈ ഹെൽപ്പ് മീ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ കുറേ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഞാൻ കുറച്ചു. അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് മെഡിസിൻസ്, സ്റ്റിറോയിഡ് പോലത്തെ മെഡിസിൻ, അത് ഞാൻ പറഞ്ഞു ഒട്ടും വേണ്ട. കാരണം ഞാൻ ഓൾറെഡി ബൾക്കി ആയിട്ടാണ് ഇരിക്കുന്നത്.
ഈവൻ ഫുഡ് കഴിച്ചിട്ട് പോലും അല്ല ഞാൻ വണ്ണം വെച്ചിരിക്കുന്നത്. സോ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞപ്പം നിഹാൽ പറഞ്ഞു ഞാൻ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഡിവൈനെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഇത് നമ്മൾ 1 മന്ത് കൂടെ തെറാപ്പി ചെയ്ത് അല്ല നമുക്ക് പിന്നെ സർജറി ചെയ്യാമെന്ന് പറയുമ്പം എനിക്ക് എന്തുകൊണ്ടും ഇനി ഈ 1 മന്ത് തെറാപ്പിക്ക് പോണത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഫിനാൻഷ്യൽ ലോസ് തന്നെയായിരിക്കും, ഒരു ലോസ് തന്നെയായിരിക്കും എനിക്ക്. അപ്പം അത്രയ്ക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പം എൻ്റെ കയ്യിലില്ല. പിന്നെ അന്ന് തന്നെ ഞാൻ നമ്മുടെ ഇൻഷുറൻസിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. കാരണം നമ്മൾ ഇതെന്തായാലും ചെയ്യേണ്ടി വരും, മോസ്റ്റ്ലി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഫർദർ കാര്യങ്ങൾ ഞാൻ തന്നെ അന്വേഷിക്കണം. അപ്പം ഡോൺ ചേട്ടൻ്റെ പേരിലായിരിക്കും ഇൻഷുറൻസ് ഉണ്ടാവുക. അപ്പം അതിൻ്റെ കാര്യങ്ങൾക്ക് ഡോൺ ചേട്ടനും ഒക്കെ ഇൻവോൾവ് ആവേണ്ടി വരും. ഇതൊരു മേജർ സർജറി ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഇതിൻ്റെ സർജറീൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിനെ ചൊല്ലി പറഞ്ഞ് എന്നെ മാക്സിമം പേടിപ്പിക്കാണ്ടിരിക്കുക, അതൊരു റിക്വസ്റ്റാണ്. എൻ്റെ വരായികൾ പലരും പല രീതിയിലാണ് പറയാം. എന്നെ ഇപ്പം ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ വിട്ടത് നിങ്ങളുടെ ഒബ്സർവേഷൻ കൊണ്ടാണ്. അതിലൊരു UK നിന്നോ US നിന്നുള്ള ഒരു ആളുടെ ബ്രീഫ് മെസ്സേജ് കണ്ട് അതെനിക്ക് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലർ നമ്മളെ ഭയങ്കരമായിട്ട് ക്യാൻസർ ആണെന്ന് തോന്നണേ എന്നൊക്കെ പറയുമ്പോൾ വരേണ്ടത് വരും, നമുക്കൊരിക്കലും അത് തടയാൻ പറ്റില്ല. പക്ഷെ മാക്സിമം ആൾക്കാരെ പേടിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നിലവിലുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് റീൽസാണ് ഇട്ടതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതിൽ തോമു ഹോംവർക്ക് ചെയ്യണ ഒരു റീൽസ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അവൻ്റെ റൈറ്റിംഗ് പൊസിഷൻ കുറച്ച് പേര് എന്നോട് പറഞ്ഞു. അതവൻ ഞാൻ പറഞ്ഞില്ല, അവൻ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മൾ പിടിക്കണം. പക്ഷേ അവനൊരു കൊച്ചു കുട്ടിയാണ്, നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അവൻ എഴുതില്ല. പിന്നെ ഞാൻ അവൻ അങ്ങനെ പിടിച്ചാലും അതൊരു മദറായിട്ടുള്ള എൻ്റെ കൺസേൺ ആയിരിക്കും. പിന്നെ അതിനെ ചൊല്ലി എനിക്ക് കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു, നല്ല രീതിക്കും വളരെ ഹാർഷായിട്ട് സംസാരിച്ചും ഒക്കെ ആയിട്ട്. അതൊരു 5 വയസ്സുള്ള ഒരു കുട്ടി മാത്രം ആണ്, 5 വയസ്സായിട്ടില്ല, 4.5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവൻ എഴുതുന്നത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രശംസിക്കാം അവന്, കാരണം ഒരു കുട്ടിയാണ്, അവന് എല്ലാം എഴുതണം, എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യില്ല. പക്ഷെ വിമർശനം ഒരു പരിധിക്ക് വരെ ആകാം. അവൻ പിരിക്കണത് ശരിയാവണില്ല. എനിക്കൊരാൾ വളരെ മോശമായിട്ടൊരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. ആൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ മക്കളെക്കുറിച്ച് നിങ്ങളെക്കാളും കൺസേൺ എനിക്കുണ്ടാവും. അവൻ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കലി അവരുടെ സ്കൂളിൽ അത് ട്രെയിൻ ചെയ്യുന്നുണ്ട്, സ്കൂളിൽ അവരുടെ മാക്സിമം അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എഴുതി തുടങ്ങിയതിൻ്റെ പേരിൽ ഞാൻ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് എഴുതിപ്പിച്ച് അവന് ഇഷ്ടമില്ല. പിന്നെ പറയുമ്പോൾ അവൻ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ എഴുതി വരുമ്പം അങ്ങനെ ആയി പോകുന്നതാണ്. LKG കുട്ടിയല്ല, അതിൻ്റെ ഇതേ കാണുകയുള്ളൂ. നമുക്ക് വഴിയെ ശരിയാക്കാം. നിങ്ങൾ തന്ന അഡ്വൈസിന് ഒരുപാട് നന്ദി ടീച്ചേഴ്സ്. 2-3 ടീച്ചേഴ്സൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇവനെ ഫോഴ്സ്ഫുള്ളി എഴുതിപ്പിക്കേണ്ട, പക്ഷെ അവനൊരു റൈറ്റിംഗ് പൊസിഷൻ കാണിച്ചു കൊടുക്കുക എന്ന്. അതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. അല്ലാണ്ട് നിങ്ങളങ്ങനെ ചെയ്യും, നിങ്ങളത് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ, സത്യം പറയാലോ എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് എൻ്റെ നിലവിലുള്ള എൻ്റെ തൊണ്ടയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ബെറ്ററാവാൻ വേണ്ടി, ഇത്രയും ബെറ്ററാകാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ എന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴും ഞാൻ അങ്ങനെ സ്ട്രെയിൻ ചെയ്താൽ സംസാരിക്കുന്നതെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ മറ്റേത് എൻ്റെ വയറിൽ നിന്ന് വരെ ഞാൻ ശബ്ദം എടുത്തിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയില്ല കേട്ടോ. എനിക്ക് തന്നെ എൻ്റെ ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിൽ നോക്കുന്നത് തോമു വരാൻ സമയമായിട്ടുണ്ട്, 11:50 ആയിട്ടുണ്ട്. അപ്പോൾ ഡാഡി വേണം ഇന്ന് പോയി പിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് എനിക്ക് 11:15 ഞാൻ റൂമിൽ വന്നു. പക്ഷെ ബെഡ്ഷീറ്റ് മാറ്റണം, തൂക്കണം, തുടയ്ക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രയോറിറ്റി. അതിനുശേഷം ഈ കാര്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വേഗം എടുത്താണ്. കാരണം കുറേ പേര് മമ്മിയുടെ വീഡിയോയിൽ കണ്ടിട്ട് എന്താണ് ഡിവൈൻ എന്ന് ചോദിച്ചിരുന്നു. എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ്. നമ്മൾ 1 മാസം അത് കണ്ടിന്യൂസ്ലി ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പോയില്ല, ഇന്ന് സംഭവം മൺഡേ ആണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഡിസിഷൻ അറിഞ്ഞിട്ട് വിളിക്ക്, ഇത് തെറാപ്പി വഴി പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഐ വിൽ കം. അത് 100% ഷുവറാണ്. അല്ല ആൾ തന്നെ ഓപ്പൺലി പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ആൾക്ക് 1 മാസം കൊണ്ട് തന്നെ വരുത്തിക്കാം, ചെയ്യിക്കാം. പക്ഷെ ഈ സപ്പോർട്ടഡ് മീ എ ലോട്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും സൗണ്ട് സംബന്ധമായ വേറെ ആൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ദയയിലെ നിഹാലുണ്ട്. പിന്നെ മോറോവർ
വേറൊരു ഹോസ്പിറ്റലും ആൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞാൻ നിഹാലിൻ്റെ നമ്പർ തരുന്നതായിരിക്കും. ഞാൻ പബ്ലിക്കലി ഇപ്പോൾ കാണിക്കുന്നില്ല. ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം കഴിയുമ്പോൾ എൻ്റെ വ്ളോഗിലൊന്ന് വരണം, ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കുമോ, അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ആളല്ലേ നിങ്ങളെയും കൂടെ കാണുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വഴിയെ അറിയിക്കാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.